ഓസീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. രണ്ടാം ഇന്നിംഗ്സിൽ 19 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസ് 10 വിക്കറ്റ് ശേഷിക്കെ വിജയിച്ചിരിക്കുന്നുവെന്ന വാർത്ത വരികയാണ്. ദയനീയമായ തോൽവി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോണൽ കൃഷിയാണ് വിവരങ്ങൾ. സോണൽ, ഓസ്ട്രേലിയ അല്ലെ പൂർണ്ണമായും ആധിപത്യം പുലർത്തിയ ഒരു ടെസ്റ്റായി മാറി. ഇന്ത്യക്ക് കാര്യമായ മികച്ച പ്രകടനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഓസ്ട്രേലിയ ഇത്ര എളുപ്പത്തിൽ വിജയത്തിലേക്ക് കുതിച്ചെത്തിയത്? ദിവിഷ്, പ്രധാനമായി പറയേണ്ടത് തങ്ങളുടെ പൂർണ്ണ ആധിപത്യം കളിക്കളത്തിൽ ഓസ്ട്രേലിയ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പെർത്തിലെ ആ കളിക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു ഓസ്ട്രേലിയ എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം കളിയിലുടനീളം തങ്ങളുടെ ഒരു ആധിപത്യം ഓസ്ട്രേലിയ കാണിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപക്ഷെ രോഹിത് ശർമ്മയൊക്കെ എത്തിയ സമയത്ത് നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. നമുക്ക് വലിയ തോതിൽ ഇനിയും മുന്നേറ്റം ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഉടച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ ഓരോ മുന്നേറ്റവും ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 19 റൺസ്, അതായത് ഓസ്ട്രേലിയക്ക് വിജയലക്ഷ്യമായി മുന്നിലുണ്ടായിരുന്നു. മൂന്നാം ദിവസമായി ഇന്നുണ്ടായിരുന്നത് 19 റൺസ് മാത്രമായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് അവർ അടിച്ചെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ദയനീയമായൊരു തോൽവിക്ക് ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കളിയിലെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായി പറയേണ്ടത് ഈ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 175 റൺസ് എടുത്ത് പുറത്താകുന്ന സാഹചര്യമായിരുന്നു. മൂന്നാം ദിവസത്തിൽ 5-ൽ 128 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ 47 റൺസ് എടുക്കുന്നതിന് ഏകദേശം ഓൾ ഔട്ടായി പോകുന്ന 5 വിക്കറ്റ്, ബാക്കിയുണ്ടായിരുന്ന 5 വിക്കറ്റും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം പ്രധാനമായി ഈ കളിയിൽ പറയേണ്ടത് 47 പന്തിൽ 42 റൺസ് എടുത്ത നിതീഷാണ് കളിയിലെ മികച്ച പ്രകടനം, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മികച്ച പ്രകടനം നടത്തിയതെന്ന് കണക്കാക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ദയനീയമായിട്ടുള്ള ഒരു തോൽവിക്ക് അടിയറവ് പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറയേണ്ട വിഷയം.